കൊല്ലത്ത് നിന്ന് കണ്ണൻ നായരുണ്ട്. കണ്ണൻ, ഇപ്പോഴത്തെ നിലയിൽ 56.74 കൊല്ലത്ത്. രാവിലെ നല്ല ആൾക്കൂട്ടമായിരുന്നു. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം കൊല്ലത്ത് പോളിംഗ് പ്രതീക്ഷിച്ചതുപോലെ ഉയരുന്നില്ലേ? അങ്ങനെ ഉയരുന്നില്ല അഭിലാഷ്. കാര്യം നേരത്തെ ഒന്നും കൊല്ലത്ത് ഈ ഒരു സ്ഥിതി ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ഈ സമയമാകുമ്പോഴേക്കും 4 കഴിയുമ്പോഴേക്കും സ്ത്രീ വോട്ടർമാരുടെ നിര ഈ പല സ്ഥലങ്ങളിലും കൂടുന്നുണ്ട്. ഞാനിപ്പോൾ കൊല്ലം നഗരത്തിൽ കാവനാട് വള്ളിക്കീഴ് സ്കൂളിലാണുള്ളത്. ആ സ്കൂളിൽ 4 ബൂത്തുകളാണുള്ളത്. ആ ബൂത്തുകളിലൊക്കെ തന്നെ ഒരു ഏതാണ്ട് പകുതിയിലേറെ വോട്ടുകൾ മാത്രമാണ് പോൾ ചെയ്തിട്ടുള്ളത്. ഇനി വളരെ കുറച്ച് സമയം മാത്രമാണുള്ളത്. ആ സമയത്ത് പരമാവധി വോട്ടുകൾ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയം രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പം തന്നെ മൺട്രോത്തുരുത്തിലാണ് മറ്റൊരു സംഭവം ഉണ്ടായത്. മൺട്രോത്തുരുത്തിൽ 153 നമ്പർ ബൂത്തിൽ പോളിംഗ് ഓഫീസർ കുഴഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. കൊല്ലം സ്വദേശിനിയായിട്ടുള്ള അധ്യാപിക ഷൈബിയാണ് കുഴഞ്ഞു വീണത്. ഇവരെ കുണ്ട്രയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ വോട്ടർമാരുടെ കുറവ്, പോളിംഗ് ശതമാനം കുറയുന്നത് പലതരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. ചടയമംഗലത്താണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. അതാണ്ട് 56% പോളിംഗ് ആയിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ, ബാക്കിയുള്ള 6 നിയമസഭാ നിയോജകമണ്ഡലങ്ങളിലും പോളിംഗ് താരതമ്യേന കുറവാണ്. ഇനിയുള്ള 1.5 മണിക്കൂറിൽ കൂടുതൽ ആൾക്കാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവെക്കുന്നുണ്ട്. കാര്യം ഒരു തൊഴിലാളികൾ ഏറെയുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ കൂടുതൽ വോട്ടർമാർ വോട്ട് ചെയ്ത ശേഷം ജോലിക്ക് പോകും. അതിനുശേഷം കശുവണ്ടി ഫാക്ടറികൾ അല്ലെങ്കിൽ മറ്റ് തൊഴിലൊക്കെ തന്നെ ഏർപ്പെടുന്ന ആൾക്കാരൊക്കെ തന്നെ 5 മണിയോടുകൂടി പോളിംഗ് ബൂത്തിലേക്ക് എത്തി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവെക്കുന്നത്. അതാണ് കൊല്ലത്തെ സാഹചര്യം. കോട്ടയത്ത് ഒരു തണുപ്പൻ മട്ടാണ് എന്തായാലും ദൃശ്യങ്ങൾ. കോട്ടയത്ത് നിന്ന് നമുക്ക് ഷിനോജ് എന്താണ് കോട്ടയത്തെ സ്ഥിതി? അറിയ, കോട്ടയത്ത് സംസ്ഥാന ശരാശരിക്ക് ഒപ്പം തന്നെ കോട്ടയത്തെ പോളിംഗ് ശതമാനവും ഉയരുകയാണ്. പ്രത്യേകിച്ച് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് LDFിൻ്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ LDFിന് കാര്യമായ നേട്ടമുണ്ടായിരുന്ന 2 മണ്ഡലങ്ങൾ, വൈക്കവും ഏറ്റുമാനൂരും. ഈ 2 മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ പോളിംഗ് ശതമാനം ഉയർന്നു നിൽക്കുന്നത്. ഇതിൽ വൈക്കത്തെ കാര്യം 60.71 വൈക്കത്തെ ഇപ്പോഴത്തെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. ഏറ്റുമാനൂരിൽ 57.23% ഇതിൽ വൈക്കത്തെയും ഏറ്റുമാനൂരിലെയും കണക്ക് വെച്ച് LDF കേന്ദ്രങ്ങൾ ഒരേ സമയം തന്നെ ആശങ്കയും അതുപോലെ തന്നെ പ്രതീക്ഷയും പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഈ വൈക്കത്തെയും ഏറ്റുമാനൂരിലും രാവിലെ തന്നെ അവരുടെ പരമാവധി CPI അതുപോലെ തന്നെ CPM വോട്ടുകളൊക്കെ രാവിലെ ഉച്ചയോടുകൂടി തന്നെ പോൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസമാണ് CPM നേതാക്കളൊക്കെ തന്നെ നമ്മോട് പ്രകടിപ്പിക്കുന്നത്. എന്തായാലും അതേ സമയത്ത് തന്നെ BDJSന് ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള പ്രധാനപ്പെട്ട മേഖലകളാണ് ഈ വൈക്കവും ഏറ്റുമാനൂരും ഈ കുമരകവും ഉൾപ്പെടെയുള്ള മേഖലകളൊക്കെ തന്നെ. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ രാവിലെ പോൾ ചെയ്ത വോട്ടുകളിൽ എത്രത്തോളം വോട്ടുകൾ BDJSലേക്ക് പോയിട്ടുണ്ട്, അത്തരത്തിൽ ഒരു അടിയൊഴുക്ക് ഈ പ്രത്യേകിച്ച് വൈക്കത്ത് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് BDJSന് തുഷാർ വെള്ളാപ്പള്ളിക്കൊക്കെ നേട്ടമായി മാറും തുടങ്ങാനുള്ള സാധ്യതകളുമുണ്ട്. എന്തായാലും കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ കൗതുകത്തോടെ നോക്കി പ്രധാനപ്പെട്ട മേഖലകൾ എന്ന് പറയുന്നത് പാലായും കടുത്തുരുത്തിയുമായിരുന്നു. പക്ഷേ ഈ പാലായിലും കടുത്തുരുത്തിയിലും ഇപ്പോഴും ഈ വലിയ പോളിംഗ് ശതമാനം താരതമ്യേന കുറവ് തന്നെയാണ്. കാരണം 54.11 കടുത്തുരുത്തിയിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. പാലായിൽ നിലവിൽ 55.31. ഇത് 4-10 വരെയുള്ള കണക്കാണ് പറയുന്നത്. എന്തായാലും ഇനി ഈ കഴിഞ്ഞ 2019 കണക്കനുസരിച്ചുള്ള ഒരു 75.75ലേക്കൊക്കെ നിലവിലെ കോട്ടയത്തെ പോളിംഗ് ശതമാനം ഉയരാനുള്ള സാധ്യത വളരെ വിരളമാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ 2014 71% 2011 കോട്ടയത്തെ പോളിംഗ് ശതമാനം. ആ രീതിയിലുള്ളൊരു കണക്കിലേക്ക് കോട്ടയത്തെ പോളിംഗ് ശതമാനം ഉയരാനാണ് സാധ്യത. ഇനി ഏകദേശം 1.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ ഒരു വലിയ ശതമാന വർധനവ് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കടുത്തുരുത്തി മേഖലയിൽ പോളിംഗ് കുറവും അതുപോലെ തന്നെ വൈക്കം ഏറ്റുമാനൂർ മേഖലയിൽ കൂടുതലും എന്നുള്ളതാണ്. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന സാഹചര്യത്തിൽ അടിയൊഴുക്കുകൾക്കുള്ള സാധ്യത ഇപ്പോൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതും അല്ല. എന്തായാലും സംസ്ഥാനത്ത് കഴിഞ്ഞ തവണത്തെ അത്രയും പോളിംഗ് വരില്ല.